പാല ലാലം സെന്റ് മേരീസ് പഴയ പള്ളി നേതൃത്വം നൽകുന്ന നഗരം ചുറ്റിയുള്ള 67ാമത് കുരിശിന്റെ വഴിയും ഈശോയുടെ കബറടക്ക രൂപം വഹിച്ചുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണവും ദുഃഖവെള്ളിയാഴ്ച 3-ന് നടത്തുമെന്ന് പള്ളി അധികൃതർ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വികാരി റവറന്റ് ഫാദർ ജോസഫ് തടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാല ലാലം പഴയപള്ളി നേതൃത്വം നൽകുന്ന ടൗൺ കുരിശിന്റെ വഴി ദുഃഖവെള്ളിയാഴ്ച നടക്കും. പുണ്യ ശ്ലോകനായ ഫാദർ എബ്രഹാം കൈപ്പൻപ്ലാക്കൽ ആരംഭിച്ച് ലാലം സെന്റ് മേരീസ് പഴയപള്ളി നേതൃത്വം നൽകുന്ന നഗരം ചുറ്റിയുള്ള 67ാമത് കുരിശിന്റെ വഴിയും ഈശോയുടെ കബറടക്ക രൂപം വഹിച്ചുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണവും ദുഃഖവെള്ളിയാഴ്ച 3-ന് നടത്തും. വികാരി റവറന്റ് ഫാദർ ജോസഫ് തടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അരുവിത്തറ സെന്റ് ജോർജ് കോളേജ് ബർസാർ റവറന്റ് ഫാദർ ബിജു കുന്നക്കാട്ട് സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 2:30-ന് വൈദികരുടെ നേതൃത്വത്തിൽ അർണോസ് പാതിരി രചിച്ച വിഖ്യാതമായ പുത്തൻ ബാനയുടെ 12ാം പാദ വായനയ്ക്ക് ശേഷമാണ് കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്. പാലലാളം പഴയപള്ളിയുടെ നേതൃത്വത്തില് വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് ദുഃഖവെള്ളിയാഴ്ച പാല നഗരം മുഴുവൻ ചുറ്റിയുള്ള ആഘോഷമായ കുരിശിൻ്റെ വഴിയും നഗര കാണിക്കലും നടക്കുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30-ന് ദേവാലയത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി പുത്തൻ ബാനയുടെ 12ാം പാദം ആലപിച്ച ശേഷം 3 മണിക്കാണ് കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത്. പുത്തമ്പള്ളി കുന്ന് ഇറങ്ങി കൊട്ടാരമറ്റം കവല ചുറ്റി അരമനയുടെ വാതിലിൽ കൂടി കുരിശുപള്ളി കവലയിലെത്തി മഹാറാണി ജംഗ്ഷൻ കടന്ന് ബൈപ്പാസ് കൂടി തിരിച്ച് പള്ളിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് കുരിശിൻ്റെ വഴി ക്രമീകരിച്ചിരിക്കുന്നത്. പട്ടണം പൂർണ്ണമായും ചുറ്റിയുള്ള കുരിശിന്റെ വഴി എന്നതാണ് ഈ കുരിശിന്റെ വഴിയുടെ പ്രത്യേകത. പാലായുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നായി അനേകായിരങ്ങളാണ് കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നത്. ലാലം പഴയപള്ളിയിൽ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന കുരിശിന്റെ വഴി പുത്തൻപള്ളിക്കുന്ന് ഇറങ്ങി കൊട്ടാരമറ്റം വഴി ബിഷപ്പ് ഹൗസിന് മുൻപിലൂടെ കുരിശുപള്ളി മഹാറാണി ജംഗ്ഷൻ കെഴുതിയുടൂർ ജംഗ്ഷൻ വഴികളിലൂടെ സമാന്തര റോഡ് വഴി തിരികെ പള്ളിയിലെത്തി സമാപിക്കും. മുണ്ടനോലിക്കൽ ഔദച്ചൻ, പുളിക്കൽ ഔദച്ചൻ, സഹോദരൻ കുഞ്ഞഗസ്തി, ആയുമുട്ടിലപ്പി, മകൻ തൊമ്മൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഴയപള്ളിയുടെ പരിസരത്ത് നടത്തിവരുന്ന പ്രസിദ്ധമായ പങ്കപ്പാട് ദൃശ്യാവിഷ്കരണമായിരുന്നു കുരിശിന്റെ വഴിയുടെ ആദ്യ രൂപം. തടിയും ചിരട്ടയും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതും ചരടുകളാൽ നിയന്ത്രിക്കപ്പെട്ടതുമായ രൂപങ്ങൾ ഉപയോഗിച്ച് കുരിശിന്റെ വഴിയുടെ ഓരോ രംഗവും പുനരാവിഷ്കരിച്ചിരിക്കുന്ന അപൂർവമായ കലാരൂപമായിരുന്നു പങ്കപ്പാട് ദൃശ്യാവിഷ്കാരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജാതിമത ഭേദമന്യേ അനേകായിരങ്ങൾ എത്തുകയും ജനബാഹുല്യം നിയന്ത്രണാതീതമാവുകയും ചെയ്തപ്പോൾ 1958-ൽ ലാലം പഴയപള്ളി വികാരിയായിരുന്ന ഫാദർ എബ്രഹാം കൈപ്പൻപ്ലാക്കലാണ് ദൃശ്യാവിഷ്കരണം നിർത്തി നഗരി കാണിക്കൽ കുരിശിന്റെ വഴി ആരംഭിച്ചത്. കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളിലും നടത്തിയിരുന്ന വികാരസാന്ദ്രമായ പ്രസംഗങ്ങൾ കേട്ട് കണ്ണീരണിഞ്ഞാണ് അക്കാലത്ത് ആളുകൾ കുരിശിന്റെ വഴിയിൽ സംബന്ധിച്ചിരുന്നത്. ഇപ്പോൾ കുരിശിന്റെ വഴിയുടെ പ്രധാന 5 സ്ഥലങ്ങളിലാണ് സന്ദേശങ്ങൾ നൽകുക. ദുഃഖവെള്ളിയാഴ്ച നടത്തുന്ന കുരിശിന്റെ വഴിയിൽ പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ മിശിഹായുടെ കബറടക്ക തിരുസ്വരൂപം സംവഹിക്കും. കുരിശിന്റെ വഴിയുടെ സമാപനത്തിൽ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യും. പെസഹ വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ആരാധന, ജപമാല, തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കും. തിരുക്കർമ്മങ്ങൾക്കും കുരിശിന്റെ വഴിക്കും വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പാസ്റ്റർ സഹവികാരിയായ ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ, ഫാദർ ആന്റണി നങ്ങാമ്പറമ്പിൽ, കൈക്കാരന്മാരായ ടോം ഞാവള്ളിത്തേക്കൽ, പ്രൊഫസർ തങ്കച്ചൻ മാത്യു, മാണി കുന്നംകോട്ട്, ബേബിച്ചൻ ചക്കാലക്കൽ, കൺവീനർമാരായ രാജേഷ് പാറയിൽ, ലിജോ അനിത്തോട്ടം എന്നിവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ, കൈക്കാരന്മാരായ മാണി കുന്നംകോട്ട്, ബേബിച്ചൻ ചക്കാലക്കൽ, കൺവീനർമാരായ രാജേഷ് പാറയിൽ, ലിജോ അനിത്തോട്ടം എന്നിവരും പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, പാല.